സിനിമയിലൂടെ കോടികൾ സമ്പാദിച്ചിട്ടുള്ള ആളാണ് വിജയ്. അതിൽ നിന്ന് അർഹമായ വിഹിതം തനിക്കും അതോടൊപ്പം തന്നെ വിജയുടെ മക്കൾക്കും നൽകണം എന്ന് പറയും. அப்புறம் ரீசெண்டா இருக்கிற நிறைய பிரச்சனைகள்ல சில பிரச்சனைகள் ஓடிட்டு இருக்கு இல்லையா? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദളപതി വിജയുടെ ഭാര്യ കൊടുത്ത ഡിവോഴ്സ് പെറ്റീഷനെതിരെ വിജയ് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പാർട്ടിയായ TVK വേണ്ടി അദ്ദേഹം നടത്തിയ പ്രസ് മീറ്റിലാണ് പ്രതികരിച്ചത്. നമുക്കത് നോക്കാം. அப்புறம் ரீசெண்டா இருக்கிற நிறைய பிரச்சனைகள்ல சில பிரச்சனைகள் ஓடிட்டு இருக்கு இல்லையா? அதெல்லாம் நீங்க அதுக்கு போராடி ஹர்ட் ஆகுறதெல்லாம் நான் பார்க்குறேன். அதை பார்த்து எனக்கு ஹர்ட் ஆகுது. അതെല്ലാം ഞാൻ പാത്തുக்கிறேன். ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ വിജയിനെ ഒരുപാട് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട്. അവരെല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. മിക്കവരുടെയും ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അതൊന്നും നമ്മൾ അറിയുന്നില്ല. കാരണം ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അറിയുന്നു. ഇപ്പൊ സിനിമയിൽ കാണുന്ന വിജയിനെ നമുക്ക് അറിയത്തുള്ളൂ. നമ്മുടെ ചുറ്റുപാടും തന്നെ അമ്മേനെ സപ്പോർട്ട് ചെയ്തിട്ട് അച്ഛനെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട്. വിജയുടെ പേഴ്സണൽ ലൈഫിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല. വിജയുടെ ഭാര്യ സംഗീത കൊടുത്ത പരാതിയെക്കുറിച്ചും അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. വിജയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. കാരണം വിജയ് ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമില്ലാത്തതുകൊണ്ടാണോ അദ്ദേഹം കുടുംബത്തിന് കൊടുക്കുന്ന റെസ്പെക്ട് കൊണ്ടാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും രണ്ടുപേരുടെ ഭാഗം കേട്ടിട്ട് വേണം നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താനായിട്ട്. സത്യം പറയുവാണെങ്കിൽ അവിടെ വന്നേക്കുന്ന അണികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്താണ് വേണ്ടത്? ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ അവർക്ക് കുറച്ച് മര്യാദ കൊടുക്കണം. കാരണം പുള്ളിയുടെ ഫാമിലി ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഭാര്യ ഡിവോഴ്സ് കൊടുത്തൊരു കേസാണ്. അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേനും ഇങ്ങനെ ആർത്തുല്ലസിക്കുമല്ല വേണ്ടത്. അതെല്ലാം ഞാൻ പാത്തുக்கிறேன். അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്നും ഇടപെടണ്ട, ഇതിൽ ഞാൻ തീർപ്പുണ്ടാക്കിക്കോളാന്ന്. நாமளும் நீங்களும் சேர்ந்து மக்களுடைய பிரச்சனைகளை மட்டும் பார்ப்போம். சரிங்களா? அவளெல்லாம் ஹர்ட் ஆகுதுங்க. அதெல்லாம் வருத்தலாம் கிடையாது. സത്യം പറഞ്ഞാൽ വിജയണ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഫാമിലി ലൈഫാണ്. രാഷ്ട്രീയത്തെക്കാളും വലുതാണിത്. അത് കാര്യമായിട്ട് എടുക്കുന്നില്ലെന്ന് പറയുന്നതിൽ താങ്കൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. நாமளும் நீங்களும் சேர்ந்து மக்களுடைய பிரச்சனைகளை மட்டும் பார்ப்போம். சரிங்களா? അവളെല്ലാം ഹേർട്ട് ആകുക. അതെല്ലാം വർത്തല്ലാം കിടயாது. തമിഴിലെ ഒരു പ്രശസ്ത ഗായിക പറയുന്നുണ്ട്, തൃഷ പറഞ്ഞിട്ട് വിജയ് വിജയുടെ ഭാര്യനെ അടിച്ചെന്ന്. സംഗീത മേല കൈ ഓങ്ങിയിരിക്കാം. കൽനെഞ്ചക്കാരി സംഗീത എലക്ഷൻ അണുകിற டைம்ல வந்து த்ரிஷா கீ கொடுத்து விஜய் சங்கீதா மேல தன்னோட அரசியலுக்கு பகடக்காய ചീപ്പ് പോളിറ്റിക്സ് വിജയ് പഠിക്കാതെ വന്നാ. വിജയുടെ ഭാര്യ എന്ന് പറയുന്നത് 400 കോടിയിൽ മുകളിൽ സ്വത്തുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ തല്ലുകൊള്ളാൻ നിന്ന് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിജയും ഭാര്യയും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ വിജയുടെ എതിർപ്പാർട്ടിക്കാരെ പണ്ടേ ഇതൊരു ആയുധമായിട്ട് ഉപയോഗിച്ചേനെ. കാരണം ഈ ഡിവോഴ്സ് പെറ്റീഷൻ തന്നെ പുറത്തുവിട്ടത് അവരാണ്. ഇവർ വേറെ ഒരു കാര്യം പറയുന്നുണ്ട്, വിജയുമായിട്ട് റിലേഷൻ ഉള്ള സമയത്തും തൃഷയ്ക്ക് വേറെ പലരുമായിട്ടും റിലേഷൻ ഉണ്ടായിരുന്നെന്ന്. എനിക്കത് വിശ്വാസമാവുന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിജയുമായിട്ട് റിലേഷൻ ഉള്ള സമയത്ത് വേറുള്ള ആളുകളുമായിട്ട് റിലേഷൻ ഉള്ള ഒരാളെ വിശ്വസിക്കാൻ അത്ര പൊട്ടനാണ് വിജയ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ஏமாத்தப்படாத ஹீரோ யார் இருக்கான்? துல்கர் சல்மான் மட்டும் தான் இருக்கான். மத்த எல்லாரும் ஏமாத்திட்டா. எல்லார் தலையிலும் மிளகா அரைச்சிட்டா ட்ரிஷா. ட்ரிஷா നായകിங்க തലയിங்க പാറു തോത്തായാ. സത്യം പറയുവാണെങ്കിൽ ഇവര് വിജയനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, തൃഷയുടെ കൂടെ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ കുടുംബത്തിൽ കയറിയിട്ട് തൃഷ കളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം DQ ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും തൃഷ മുതലെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുരുവിയുടെ സമയത്ത് വിജയുമായിട്ട് ചില പ്രശ്നങ്ങൾ കാരണം ഉടക്കിയ ഒരാളാണ് തൃഷ. കുറെ നാളായിട്ട് തൃഷയും വിജയുമായിട്ട് മിണ്ടുന്ന പോലും ഇല്ലായിരുന്നു. പെട്ടെന്ന് വന്ന് വിജയുമായിട്ട് തൃഷ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് തൃഷ വന്നത് തൃഷയ്ക്ക് പണ്ട് തൊട്ടേ CM ആകാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. അത് പലരോടും പറഞ്ഞിട്ടുണ്ട്. ഒരു മീഡിയയിൽ വ്യക്തമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. பாருங்க ஒரு 10 வருஷத்துல 10 வருஷம் கழிச்சு சிஎம் என்னலாம் பண்ண போறீங்க? போட் போடுங்க. ஆமா இல்ல 11 years 15 years டியூஷன் மாதிரி பேசி காட்டுங்க. முதல்ல நல்லா நான் தமிழ் படிச்சிட்டு அதுக்கு அப்புறம் என்ன படிக்க போறீங்க? தமிழ் நான் சிஎம் ஆகும். നന്നായിട്ട് പോകുന്ന ഒരു കുടുംബജീവിതം തകർത്തിട്ടാണ് തൃഷ വിജയുടെ കൂടെ കൂടിയത്. പുതിയ ഹർജി നൽകി വിജയുടെ ഭാര്യ സംഗീത നീലങ്കാരയിലെ വീട്ടിൽ താമസിക്കാൻ വിജയ് അനുവദിക്കുന്നില്ല എന്നും ഹർജിയിൽ തീരുമാനമാകും വരെ താമസം തുടരാൻ അനുവദിക്കണമെന്നുമാണ് ആവശ്യം. പിന്നാലെ ഇപ്പോൾ പുതുതായി ഒരു ഹർജി കൂടി സംഗീത ഇന്ന് നൽകിയിരിക്കുകയാണ്. വിജയ് അധ്യക്ഷനായ തമിഴക വെട്രിക്കഴകം ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് മഹാബലിപുരത്ത് നടത്തുന്ന യോഗത്തിന് ഏതാണ്ട് 3-4 മണിക്കൂറുകൾ മുൻപാണ് ഈ ഹർജിയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഹർജിയിൽ പ്രധാനമായും പറയുന്നത് താനൊരു ബ്രിട്ടീഷ് പൗരയാണ്, തനിക്ക് ഇംഗ്ലണ്ടിലാണ് താൻ വർഷങ്ങളായി താമസിച്ചിരുന്നത്, ചെന്നൈയിൽ വീടോ മറ്റോ തനിക്കില്ല,
ഇപ്പോൾ നീലാങ്കരയിലെ വീട്ടിലാണ് വിജയ്ക്കൊപ്പം താമസിച്ചിരുന്നത്. നേരത്തെ തന്നെ വിവാഹമോചന ഹർജിയുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറേണ്ടി വരുമെന്ന് വിജയുടെ അഭിഭാഷകരടക്കം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഹർജി നൽകിയതിന് പിന്നാലെ വീട്ടിൽ നിന്ന് മാറണം എന്ന് ആവശ്യപ്പെടുകയാണ്. തനിക്ക് മറ്റൊരിടം പോകാനില്ല, അതുകൊണ്ട് ഈ വീട്ടിൽ തന്നെ ഈ ഹർജിയിൽ തീർപ്പാകും വരെ തുടരാൻ അനുവദിക്കണം, അല്ലെങ്കിൽ വിജയിയുടെ പദവിക്കനുസരിച്ചുള്ള മറ്റേതെങ്കിലും വീട് ക്രമീകരിച്ച് നൽകണം. സിനിമയിലൂടെ കോടികൾ സമ്പാദിച്ചിട്ടുള്ള ആളാണ് വിജയ്. അതിൽ നിന്ന് അർഹമായ വിഹിതം തനിക്കും അതോടൊപ്പം തന്നെ വിജയുടെ മക്കൾക്കും നൽകണം എന്ന് പറയുന്നുണ്ട്. ഗൈസ്, എനിക്കിതിൽ പറയാനുള്ളത് ഇത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. അവർ തന്നെ അത് തീരുമാനിച്ചോളും. അവർ കോർട്ടിൽ പോലും പരാതി കൊടുത്തേക്കുന്നേ മറ്റാരും ഇടപെടണ്ട, അവർ തന്നെ ഇതിൽ തീർപ്പുണ്ടാക്കിക്കൊള്ളാന്നാണ്. വിജയ് ഒരു നടനാണ്, ഒരു ബ്രാൻഡാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ പോയിട്ട് നമുക്ക് അഭിപ്രായം പറയാനായിട്ട് നമുക്ക് സ്പേസ് ഇല്ല. അപ്പൊ നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് ആരെങ്കിലും വന്നിട്ട് അഭിപ്രായം പറയുവാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. വിജയും ഭാര്യയും രണ്ടുപേരും പരസ്പരം എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ്, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.